നിങ്ങളുടെ നാളെയിൽ വളരെയധികം പ്രാധാന്യമുള്ള ദിനമാകുന്നു നാളെ 1201 വൃശ്ചിക മാസം 15-ാം തീയതി സോമവാരം തിങ്കളാഴ്ച. നാളെ 2025 ഡിസംബർ 1-ാം തീയതി. നാളത്തെ ദിനത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. നാളെ ഭഗവത്ഗീതാ ദിനമാകുന്നു. അപ്രകാരം നാളെ ഗുരുവായൂർ ഏകാദശിയാകുന്നു. ഗുരുവായൂർ ഏകാദശി, വൃശ്ചിക മാസത്തിലെ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഭക്തർക്കറിയുക. ഇപ്പോൾ ഗുരുവായൂരിൽ 10,000ങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ്. നാളത്തെ ഏകാദശി ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരുക്കങ്ങൾ ഒരിക്കലൊക്കെ എടുത്ത് കാത്തു നിൽക്കുകയാണ്, പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. വ്രത ചിട്ടയോടുകൂടി അവർ ഗുരുവായൂരപ്പനെ തൊഴുന്നു, തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണനെ. അത്ര പ്രാധാന്യമുള്ള ശുഭദിനമാണ് നാളെ എന്നറിയുക, ഗുരുവായൂർ ഏകാദശി. അപ്രകാരം തന്നെ ഭഗവത്ഗീതാ ദിനം. നാളെ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:31, അസ്തമയം വൈകിട്ട് 5:57. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രവും നിങ്ങൾ ശ്രദ്ധിക്കുക. നാളത്തെ തിഥി ഞാൻ പറഞ്ഞു, ഗുരുവായൂർ ഏകാദശി. അങ്ങേറ്റം പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിഥി വളരെ അനുരൂപമാണ്. നാളത്തെ നക്ഷത്രവും ശുഭനക്ഷത്രമായ രേവതിയാകും. രേവതി നക്ഷത്രം എല്ലാ മംഗളകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറുണ്ട്. അത് ഉത്തരത്രയത്തിൽപ്പെടുന്ന 9 നക്ഷത്രങ്ങളിലൊന്നാണ്. പക്ഷേ രേവതിക്ക് ഒരു കാര്യമായ ദോഷം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, രേവതി ഗണ്ടാന്ത നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഗണ്ടാന്ത നക്ഷത്രമാണ്. ആ സമയത്ത് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ മാതൃപിതൃ കുലാന്തക, തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുലത്തിന് ദോഷം വരുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നക്ഷത്രമാണെന്ന് നിങ്ങൾ അറിയുക. പക്ഷേ അവസാനത്തെ 3:45 നാഴികയാണ് നമ്മൾ വളരെയധികം ദോഷകരമായി കാണാറുള്ളത്. നാളത്തെ രേവതി നക്ഷത്രത്തിനൊരു മറ്റൊരു പോരായ്മ, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് രേവതി. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മകാചിത്രാജ, രേവതി. കൃത്രിക, കാർത്തിക, ഭാഗ്യം, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷന്ത് വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ സാമ്പത്തിക ഇടപാടുകൾക്ക് നല്ല ദിനമല്ല നാളെ എന്നറിയുക. പക്ഷേ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നാളെ കൃഷ്ണക്ഷേത്ര സന്ദർശനം, ദേവീക്ഷേത്ര സന്ദർശനം, കുട്ടികളുടെ പേരിൽ വെണ്ണ നിവേദ്യം, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കലൊക്കെ തന്നെ നാളത്തെ ദിനം വളരെ വിശേഷമാണ്. ഏകാദശിയിൽ കൃഷ്ണന് വെണ്ണ നിവേദ്യം വളരെ വിശേഷപ്പെട്ടതാണ്. അതിനാൽ സന്താന ശ്രേയസ്സിന് ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണെന്നറിയുക. നാളെ കാലത്ത് 10:30 മുതൽ 11:35 വരെയുള്ള സമയവും ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം.